സത്യപ്രതിജ്ഞ ജീവിതം രണ്ടാം ഭാഗം പ്രബോധനം വാരിക രചന ജി.കെ. എടത്തനാട്ടുകര. ഇസ്ലാം ബുദ്ധിക്കും യുക്തിക്കും ഇണങ്ങുന്ന ഒരു നല്ല ജീവിത വ്യവസ്ഥയാണ് എന്നറിഞ്ഞിട്ടും അത് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ഒരു കാര്യം നല്ലതാണ് എന്നറിഞ്ഞതുകൊണ്ടോ ബുദ്ധിക്കും യുക്തിക്കും ഇണങ്ങുന്നതായതുകൊണ്ടോ മനുഷ്യൻ അതിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നില്ലല്ലോ. അരുതാത്തതാണ് എന്നറിഞ്ഞിട്ടും മനുഷ്യൻ ചില അരുതായ്മകൾ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ ശരിയാണെന്നറിഞ്ഞിട്ടും അത് അംഗീകരിച്ച് നടപ്പാക്കാറുമില്ല. എന്നിരിക്കെ കേവല യുക്തി കൊണ്ടും അറിവുകൊണ്ടും മാത്രം മനുഷ്യ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതെങ്ങനെ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഇൽമ് അഥവാ അറിവ് ആ അറിവിനനുസരിച്ച് ജീവിതത്തെ മാറ്റാൻ പര്യാപ്തമാവണമെന്നില്ല. ഇൽമിനോടൊപ്പം ഈമാൻ അഥവാ വിശ്വാസവും കൂടി ഉണ്ടാവുമ്പോഴാണ് മനുഷ്യൻ അറിഞ്ഞ ഒന്നിനെ അംഗീകരിച്ച് നടപ്പിലാക്കുന്നത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈയൊരു തലത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് ഒരു ദിവസം സംസാരിച്ചു കൊണ്ടിരിക്കെ അസീസ് സാഹിബിന്റെ ചോദ്യം. ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇത് അംഗീകരിച്ചാൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ? എന്ത് മറുപടിയാണതിന് പറഞ്ഞതെന്ന് കൃത്യമായി ഓർക്കുന്നില്ല. എന്നാൽ ആ ചോദ്യം പഞ്ഞിക്കെട്ടിൽ വീണ തീപ്പൊരി പോലെയാണ് ഹൃദയത്തിൽ വന്നു വീണത്. മാറാനുള്ള ചിന്ത മെല്ലെ മെല്ലെ കത്തിക്കയറി. അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച ചിന്തയിലായി. പിന്നെ മാറുക എന്നാൽ വീട്ടുകാരും നാട്ടുകാരും ധരിക്കുക മതം മാറുക എന്നാണ്. മതം മാറുക എന്നാലോ പൊന്നാനിയിൽ പോയി പേര് മാറ്റി മാർക്ക കല്യാണം കഴിച്ച് തൊപ്പിയിട്ട് ജാതി മാറി വരുന്ന ഏർപ്പാടാണ്. മാർക്കത്തിക്കൂടൽ എന്നാണതിന് പറയുക. മാർക്കത്തിക്കൂടിയാൽ പിന്നെ അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ജനിച്ച വീട്ടിൽ തിരിച്ചു ചെന്ന് പെറ്റ് പോറ്റി വളർത്തിയ മാതാപിതാക്കളുമായി പോലും ഒന്നിച്ച് താമസിക്കാൻ പാടില്ല. അവര് തരുന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല. വെള്ളം പോലും കുടിക്കരുത്. ഈ മുറിച്ചുമാറ്റൽ ശാസ്ത്രക്രിയ ഇസ്ലാമിനെ കുറിച്ചുള്ള വായനയിൽ എവിടെയും കണ്ടില്ല. വായിച്ചതെല്ലാം നേരെ തിരിച്ചാണ്. അതനുസരിച്ച് മാതാപിതാക്കളോടുള്ള ബാധ്യതയെപ്പറ്റി ചിന്തയില്ലാത്ത ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അത് തന്റെ ബാധ്യതയാണെന്നുകൂടി തിരിച്ചറിയുകയാണ് ചെയ്യുക. വായിച്ചു പഠിച്ച ഇസ്ലാമും മുസ്ലിം സമുദായം പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമും തമ്മിലെ അന്തരം ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെക്കുറിച്ച് ഇസ്ലാം പറയുന്നത്ര വ്യക്തമായും കൃത്യമായും പറയുന്ന വേറെ ഏതെങ്കിലും ദർശനങ്ങളുണ്ടോ എന്നറിയില്ല. മാതാപിതാക്കളോടുള്ള കടപ്പാടുകളെ സംബന്ധിച്ച ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ ആദ്യം മനസ്സിലാക്കുന്നത് നസീം ഖാസി എന്ന ഹേംകുമാർ ഇസ്ലാം സ്വീകരിച്ച ശേഷം സ്വന്തം അമ്മയ്ക്കെഴുതിയ കത്തിൽ നിന്നാണ്. അമ്മേ, പ്രിയപ്പെട്ട അമ്മേ എന്ന തലക്കെട്ടിൽ അതൊരു ചെറു പുസ്തകമാക്കിയിരുന്നു. മാതാപിതാക്കളോടുള്ള കടപ്പാടിനെ സംബന്ധിച്ച് ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച കാര്യങ്ങളെ കോർത്തിണക്കി അതിൽ വിവരിക്കുന്നുണ്ട്. വായനക്കിടയിൽ കണ്ണീർ വീഴ്ത്തിയ പുസ്തകങ്ങളിൽ ഒന്നാണത്. ഖുർആനിലെ ഒരു വാക്യം ഇങ്ങനെയാണ്: നിന്റെ നാഥൻ വിധിച്ചിരിക്കുന്നു, നിങ്ങൾ അവനെയല്ലാതെ വഴിപ്പെടരുത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യം ബാധിച്ച് നിന്നോടൊപ്പമുണ്ടെങ്കിൽ അവരോട് ചേ എന്നുപോലും പറയരുത്. പരുഷമായി സംസാരിക്കരുത്. ഇരുവരോടും ആദരവോടെ സംസാരിക്കുക. അധ്യായം 17 സൂക്തം 23. നീരസം തോന്നുന്ന ഒരു ഭാവപ്രകടനം പോലും പെറ്റുപോറ്റിയ മാതാപിതാക്കളോട് പാടില്ല. അവരോടുള്ള ബാധ്യത സംബന്ധിച്ച് ഇതിലിനി കൂട്ടിച്ചേർക്കാൻ വല്ലതുമുണ്ടോ? എല്ലാം ഇതിലടങ്ങിയില്ലേ? ഇങ്ങനെ തുടങ്ങി എത്രയെത്ര വചനങ്ങൾ. മാതാപിതാക്കളുടെ പ്രീതിയിലാണ് ദൈവത്തിന്റെ പ്രീതി. മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിന്റെ കോപം. ഇങ്ങനെയുള്ള മനോഹരവും ചിന്താർഹവുമായ എത്രയെത്ര പ്രവാചക വചനങ്ങൾ. എന്നാൽ രണ്ട് കാര്യങ്ങളിൽ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല എന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലൊന്ന്, ദൈവത്തിൽ പങ്കാളികളെ ചേർക്കാൻ നിർബന്ധിച്ചാൽ അവരെ അനുസരിക്കേണ്ടതില്ല. ഇത് മുസ്ലിങ്ങളായ മാതാപിതാക്കളെ കുറിച്ചല്ലെന്ന് ഉറപ്പല്ലേ? മറ്റൊന്ന്, നീതിക്ക് സാക്ഷികളാകുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും എതിരാണെങ്കിലും ശരി, നിങ്ങൾ നീതിക്ക് സാക്ഷികളാവണം.
സത്യത്തിന്റെയും നീതിയുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് അർത്ഥം. ബാക്കി എല്ലാ കാര്യങ്ങളിലും അവരോടുള്ള ബാധ്യത നിറവേറ്റൽ ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ്. ആദർശത്തിൽ കാർക്കശ്യവും മാനവികതയിൽ ഉദാരതയും എന്ന ഇസ്ലാമിന്റെ നിലപാടിനെ മുസ്ലിം സമൂഹം വിസ്മരിച്ചതാണ് ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടാനുണ്ടായ മുഖ്യ കാരണങ്ങളിലൊന്ന് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ നിലപാടെന്നിരിക്കെ സത്യവിശ്വാസം സ്വീകരിച്ചവരെ കുടുംബങ്ങളിൽ നിന്ന് മുറിച്ചുമാറ്റുന്ന സമ്പ്രദായം ആരുണ്ടാക്കിയതാണ്? ലോകർക്ക് മുഴുവൻ കാരുണ്യമായിട്ടാണ് പ്രവാചകനെ നിയോഗിച്ചിരിക്കുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മാനവികതയുടെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രവാചകനും പറയുന്നു. എന്നിരിക്കെ നൊന്തു പ്രസവിച്ച മാതാവിനെയും പൊറ്റി വളർത്തിയ പിതാവിനെയും ഒക്കെ ഇട്ടെറിഞ്ഞു പോകാൻ പറയുന്ന മതം ആര് പഠിപ്പിച്ചതാണ്? പ്രമാണങ്ങൾ പരതിയപ്പോൾ ഇതൊരു പുത്തൻ വാദമാണെന്നാണ് മനസ്സിലായത്. മതങ്ങളുടെ മനുഷ്യപ്പറ്റില്ലായ്മയാണ് നിരീശ്വരവാദികൾ ഉണ്ടാവാനുള്ള ഒരു കാരണം. പിന്നീട് സത്യം കണ്ടെത്തി ആ സത്യത്തിലേക്കുള്ള മാറ്റവും മനുഷ്യപ്പറ്റില്ലാത്ത ഒന്നാവുകയോ? കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവം അത് അംഗീകരിക്കുമോ? മാത്രമല്ല, നിരീശ്വരവാദിയും മതനിഷേധിയുമായൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നിരിക്കെ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നല്ലല്ലോ മാറുന്നത്. കമ്മ്യൂണിസത്തിൽ നിന്ന് ഇസ്ലാമിലേക്കുള്ള മാറ്റം പിന്നെ മതം മാറ്റമാകുന്നതെങ്ങനെ? പരമ്പരാഗത മതം മാറ്റ സമ്പ്രദായങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ആലോചിച്ചപ്പോൾ ഇത്തരം ധാരാളം ചോദ്യചിന്തകൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതോടൊപ്പം പേരുമാറ്റവും ചിന്താവിഷയമായി. സത്യവിശ്വാസം സ്വീകരിക്കാൻ അറബി പേര് നിർബന്ധമാണോ? അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇസ്ലാം സ്വീകരിക്കാൻ പേരുമാറ്റൽ ഒരു മാനദണ്ഡമായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ? പ്രവാചകൻ എത്ര അനുയായികളുടെ പേരാണ് മാറ്റിയത്? മറ്റേതെങ്കിലും പ്രവാചകന്മാർ ഇങ്ങനെ ഒരു സമ്പ്രദായം സ്വീകരിച്ചിരുന്നോ? ഏതെങ്കിലും പ്രവാചകന്റെ അനുയായികൾ പേരുകൊണ്ട് തിരിച്ചറിഞ്ഞിരുന്നോ? ഖുർആനിൽ പറയുന്ന 25 പ്രവാചകന്മാരും ഇസ്ലാമിനെയാണല്ലോ പ്രതിനിധീകരിച്ചിരുന്നത്. അവരിൽ അറബി പേരുള്ളവർ എത്ര പേരുണ്ട്? ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും പേര് അറബിയിൽ തന്നെയാണോ? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചു. കണ്ടെത്തിയ ഉത്തരങ്ങൾ: സത്യം സ്വീകരിക്കാൻ പേരുമാറ്റൽ നിർബന്ധമാണെന്ന പരമ്പരാഗത സമ്പ്രദായത്തെ അംഗീകരിക്കാൻ പര്യാപ്തമായതേയില്ല. ഒരു സാർവലൗകിക സത്യത്തെ അംഗീകരിക്കുന്ന ഒരാൾക്ക് ഒരു പ്രത്യേക ഭാഷയിലുള്ള പേര് വേണമെന്നത് ഒരു പുത്തൻ വാദമാണെന്നാണ് മനസ്സിലായത്. മുമ്പ് സൂചിപ്പിച്ച നാട്ടിലുണ്ടായിരുന്ന കള്ളുഷാപ്പിനെതിരിലുള്ള സമരത്തിനെതിരു നിന്ന് കള്ളുഷാപ്പിനു വേണ്ടി വാദിച്ചവരിൽ പ്രവാചകന്മാരുടെയും ഖലീഫമാരുടെയും ഒക്കെ പേരുകളുള്ളവർ വരെയുണ്ടായിരുന്നു. ഇസ്ലാമിന് ചീത്തപ്പേരുണ്ടാക്കാനല്ലേ ഇത്തരം പേരുകൾ കാരണമാകുന്നത്? സത്യത്തെ പ്രതിനിധീകരിക്കാൻ പേര് ഒരു മാനദണ്ഡമാക്കുന്നതിന്റെ പ്രസക്തി ബോധ്യപ്പെടാതെ അതൊരു ചോദ്യചിഹ്നമായി മാറി. അങ്ങനെ ഒരു പറിച്ചെറിയൽ മതം മാറ്റത്തെ പറ്റിയല്ല അസീസ് സാഹിബ് പറഞ്ഞിരുന്നതും. ബോധ്യപ്പെട്ടാൽ ജീവിതത്തെ മാറ്റിപ്പണിയണമെന്ന് ആഗ്രഹിച്ചാൽ ഏതൊരാൾക്കും സ്വീകരിക്കാവുന്ന ലളിതമായൊരു നേർവഴി. ഇതിലൊരു നിർബന്ധവുമില്ല. ഒരാളുടെ ബോധ്യമാണ് അടിസ്ഥാനം. എതിർപ്പുകൾ ഉണ്ടാവും, അത് സ്വാഭാവികം മാത്രമാണ്. കാരണം ഇസ്ലാം എല്ലാ തിന്മകൾക്കുമെതിരാണ്. തിന്മയുടെ വക്താക്കൾ സ്വാഭാവികമായും ശത്രുക്കളാവും. പ്രവാചകന്മാരുടെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. എന്തു വന്നാലും ശരി, സത്യം സ്വീകരിക്കാൻ മനസ്സിനെ പാകപ്പെടുത്തി സുഹൃത്തുക്കളുമായി ചർച്ച ചെയ്തു. വായിക്കുന്ന പുസ്തകങ്ങളുടെ ഉള്ളടക്കം വീട്ടിൽ വെച്ചും അല്ലാതെയുമൊക്കെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കൽ പതിവായിരുന്നു. അവരിൽ മുസ്ലിം സുഹൃത്തുക്കളും അല്ലാത്തവരുമുണ്ടായിരുന്നു. അവരുടെ പേരുകൾ ഇവിടെ പരാമർശിക്കുന്നില്ല. ഒരു നല്ല ആശയം എന്ന നിലക്കു മാത്രമായിരുന്നു ആ വായനയും ചർച്ചകളുമെല്ലാം. ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാന വിശ്വാസങ്ങളുടെ യുക്തിയും അത് മുന്നോട്ട് വെക്കുന്ന മാനവിക മൂല്യങ്ങളുടെ പ്രസക്തിയും കൗതുകത്തോടെയാണ് ചർച്ച ചെയ്തിരുന്നത്. മുസ്ലിം സുഹൃത്തുക്കൾക്ക് പോലും അത് പുതിയ അറിവുകളായിരുന്നു. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം. മരിക്കുന്നതിനു മുമ്പ് അറിഞ്ഞ സത്യം അംഗീകരിക്കലാണല്ലോ ബുദ്ധി. ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചും കുളിച്ചും പഠിച്ചും വളർന്ന ആത്മസുഹൃത്ത് മോഹൻദാസും അതിന് തയ്യാറായി. സാധാരണ ചെറുപ്പക്കാർക്കുണ്ടാവാറുള്ള ദൂഷ്യങ്ങളൊന്നുമില്ലാത്തൊരു സുഹൃത്ത്, നേരിനെ നേരായി അംഗീകരിക്കാൻ ഒരു മടിയുമില്ലാത്ത സുഹൃത്ത്. വേറെ ചിലർ പിന്നീടാവാം എന്ന നിലപാടിലായിരുന്നു. ജീവിതം കൊണ്ടുള്ള കളി കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിരുന്ന് തീരുമാനത്തിലെത്തി. ഇത് മതം മാറ്റമല്ല, മനം മാറ്റമാണ്. ജാതി മാറ്റമല്ലത്, ജീവിത മാറ്റമാണ്.
മതം മാറ്റത്തിലൂടെ, ജാതി മാറാനല്ല മനം മാറ്റത്തിലൂടെ ജീവിതം മാറ്റാനാണ് ദൈവകൽപ്പന. ദൈവം ഒരൊറ്റ ജാതിയായി സൃഷ്ടിച്ച മനുഷ്യൻ പിന്നീട് ഏത് ജാതിയിലേക്കാണ് മാറുക? അങ്ങനെ 1994 ഏപ്രിൽ 18 തിങ്കളാഴ്ച വൈകുന്നേരം കുളിച്ചുമാറ്റി സുഹൃത്തുമായി അസീസ് സാഹിബിന്റെ അടുക്കലെത്തി. സത്യസാക്ഷ്യ വചനങ്ങളുടെ അകംപൊരുൾ ഒന്നുകൂടി അദ്ദേഹം വിശദീകരിച്ചു. ശേഷം സത്യസാക്ഷ്യ വചനം ചൊല്ലിത്തന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അല്ലാഹുവല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് അവന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അതേറ്റു ചൊല്ലി ലോകൈകനാഥന്റെ പാശം പിടിച്ചപ്പോഴുണ്ടായ ആത്മനിർവൃതി ഭാഷകൾക്ക് വഴങ്ങുന്നതോ ബുദ്ധി കൊണ്ട് വിശദീകരിക്കാനാവുന്നതോ അല്ല. അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനിൽ അഭയം തേടുമ്പോഴുണ്ടാകുന്ന ആനന്ദം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവുന്നതേയല്ല. സത്യസാക്ഷ്യ വചനം ചൊല്ലിത്തന്ന ശേഷം രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഈ മാർഗത്തിൽ നിങ്ങൾക്കു വേണ്ടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും എന്നാണ്. ആ വാക്കുകൾ ഇസ്ലാം പഠിപ്പിക്കുന്ന സാഹോദര്യത്തിന്റെ നേർ സാക്ഷ്യമായിരുന്നു. മാത്രമല്ല, ആ നിമിഷം മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ ഭാഗ്യം ലഭിച്ചവരായി മാറുകയാണല്ലോ ഞങ്ങൾ. യഥാർത്ഥത്തിൽ ഞങ്ങളെ നീ നേർമാർഗത്തിലാക്കണമേ എന്ന് ഓരോ നമസ്കാരത്തിലും വിശ്വാസികൾ നിർബന്ധമായും പറയുന്നുണ്ടല്ലോ. ലോകത്തിന്റെ ഏത് മുക്കുമൂലകളിലുമുള്ള വിശ്വാസികളുടെയും പ്രാർത്ഥനയിൽ ഇടം ലഭിക്കുന്ന അത്ഭുതകരമായൊരു ആത്മീയത ഒരാൾ സത്യസാക്ഷ്യം നിർവഹിക്കുന്ന നിമിഷം മുതൽ എത്തിപ്പെടുന്നത് ദേശ, ഭാഷ, വർണ്ണ, വർഗ അതിർവരമ്പുകളെ ഭേദിച്ച് രൂപപ്പെടുന്ന സർവലൗകികമായൊരു സാഹോദര്യ സംസ്കാരത്തിലേക്കാണ്. സത്യപ്രതിജ്ഞയ്ക്കു ശേഷം അദ്ദേഹത്തിന്റെ പിന്നിൽ കഅബാലയത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് നമസ്കരിച്ചു. ജീവിതത്തിലെ ആദ്യത്തെ നമസ്കാരം. സൃഷ്ടിച്ച നാഥന്റെ തിരുസന്നിധിയിൽ സ്വന്തത്തെ വിനയാന്യുതനായി സമർപ്പിച്ച നിമിഷങ്ങൾ. സ്വന്തം നാഥന്റെ മുമ്പിൽ അവൻ പറഞ്ഞ പ്രകാരമാണല്ലോ നിൽക്കുന്നത്. അവൻ പഠിപ്പിച്ച പ്രകാരമാണല്ലോ കുനിയുന്നതും സാഷ്ടാംഗം പ്രണമിക്കുന്നതും. പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിടുന്നത് പോലും പ്രാർത്ഥനകൾ പഠിച്ചിട്ടില്ലാത്തതിനാൽ ഞങ്ങളുടെ അന്നത്തെ പ്രാർത്ഥനകൾ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ഹൃദയത്തിന്റെ മന്ത്രങ്ങളായിരുന്നു. ഒരു കാലത്ത് അറിവില്ലാതെ സൃഷ്ടികളുടെ മുമ്പിൽ കുനിഞ്ഞിരുന്ന ശിരസിനെ ബുദ്ധി കൊണ്ടുള്ള യുക്തിചിന്ത കൊണ്ടാണ് ഉയർത്തിപ്പിടിച്ചത്. അത് പക്ഷേ അർത്ഥമില്ലാതെ ഉയർത്തിപ്പിടിച്ച ഒരു തല മാത്രമായിരുന്നു. അതിനൊരു താങ്ങോ തണലോ ഇല്ലായിരുന്നു. ജീവിതത്തിനൊരു ദിശാബോധം നൽകാൻ, ലക്ഷ്യം നിർണയിച്ചു തരാൻ യുക്തിവാദത്തിനാവില്ലായിരുന്നു. ആ ജീവിതം തലയില്ലാത്ത തെങ്ങിൽ കയറിയ പോലെയായിരുന്നു. എന്നാലും അന്ധവിശ്വാസങ്ങളെക്കാൾ എന്തുകൊണ്ടും ഒരു വ്യക്തിക്ക് നല്ലത് യുക്തിവാദമാണെന്നാണ് ഇന്നും വിശ്വസിക്കുന്നത്. സങ്കല്പിച്ചുണ്ടാക്കിയ ഭൂതപ്രേതാദികളെ സംബന്ധിച്ച അനാവശ്യ ഭയം, നിരപരാധികളായ കുട്ടികളോട് മുതൽ നിരാലംബരായ വിധവകളോട് വരെ ശകുനത്തിന്റെയും മറ്റും പേരിൽ കാണിക്കുന്ന ക്രൂരതകൾ, കുടുംബ ബന്ധങ്ങൾ മുതൽ അയൽപക്ക ബന്ധങ്ങൾ വരെ തകരാൻ കാരണമാകുന്ന മന്ത്ര മാരണാദികൾ തുടങ്ങിയ പല നീചവൃത്തികളിൽ നിന്നും മനുഷ്യനെ രക്ഷിച്ചെടുക്കാൻ സത്യവിശ്വാസത്തിനെന്ന പോലെ യുക്തിവാദത്തിനുമാകും. ഈ അർത്ഥത്തിൽ സത്യവിശ്വാസത്തിനും യുക്തിവാദത്തിനും യോജിക്കാവുന്ന തലങ്ങളുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സത്യസാക്ഷ്യ വചനത്തിന്റെ തുടക്കം ലാ ഇലാഹ, ഒരു ദൈവവുമില്ല എന്ന യുക്തിവാദമായതിന്റെ യുക്തി ഒരുപക്ഷെ ഇതാണോ എന്നറിയില്ല. അതേസമയം ഈ വിഷയത്തിൽ വെട്ടി നശിപ്പിക്കാനല്ലാതെ നട്ടുപിടിപ്പിക്കാൻ ഒന്നുമില്ല എന്നതാണ് യുക്തിവാദത്തിന്റെ പരിമിതി. അതാണ് സത്യവിശ്വാസത്തെ ഏറെ പ്രസക്തമാക്കുന്നതും. ഖുർആൻ തെളിച്ച വെളിച്ചം നോക്കി ബുദ്ധി കൊണ്ടുള്ള യുക്തിചിന്തയിലൂടെ സൃഷ്ടാവിനെ അറിഞ്ഞപ്പോൾ, അവന്റെ മുമ്പിൽ ശിരസ് നമിച്ചപ്പോൾ പ്രപഞ്ചനാഥന്റെ താങ്ങും സന്മാർഗത്തിന്റെ തണലുമാണ് അനുഭവപ്പെട്ടത്. അത് നൽകിയ ദിശാബോധം ജീവിതത്തിന് അർത്ഥം നൽകി, അഭിമാനബോധം നൽകി. സൃഷ്ടാവിന്റെ മുമ്പിൽ മാത്രം കുനിയുന്ന ശിരസിനോളം അഭിമാനമുള്ള ശിരസ് വേറെയുണ്ടോ എന്നറിയില്ല. ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഒരേ മന്ത്രം ചൊല്ലി ഒരേ ലക്ഷ്യത്തോടെ ഒരേ ദിശയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ടാണല്ലോ നമസ്കരിക്കുക. ഈ പ്രാർത്ഥന ഏകമാനവികതയുടെ പ്രയോഗരൂപമല്ലാതെ മറ്റെന്താണ്? മതങ്ങൾ എന്നും മനുഷ്യരിൽ ചിലരെ ജാതി നോക്കിയും വർണ്ണം നോക്കിയും മാറ്റി നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇസ്ലാം പക്ഷേ
ഒരേ മാതാപിതാക്കളുടെ തുല്യരായ മക്കളാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ ചേർത്തു നിർത്താനാണ് ശ്രമിക്കുന്നത്. പ്രാർത്ഥനയുടെ ലക്ഷ്യം കാര്യസാധ്യം അല്ലെങ്കിൽ ആത്മനിർവൃതി എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ദൈവത്തിന് കാശ് കൊടുത്ത് കാര്യം നേടുക എന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. പ്രാർത്ഥനയുടെ അടിസ്ഥാന ലക്ഷ്യം തിന്മകളിൽ നിന്ന് മുക്തമായി നേർമാർഗത്തിൽ ജീവിക്കാനുള്ള ശേഷി നേടലാണ്, ഹൃദയവിശുദ്ധി വരിക്കലാണ്. ആവശ്യങ്ങളില്ലെങ്കിലും അനുഷ്ഠാനങ്ങൾ നിർബന്ധമാവുന്നത് അതുകൊണ്ടാണ്. ദൈവത്തോട് തന്റെ ആവശ്യങ്ങൾ പറയൽ അനുബന്ധം മാത്രമാണ്. ഇസ്ലാം മതങ്ങളിൽ നിന്ന് വേർതിരിയുന്ന ഒരു ജംഗ്ഷൻ ആണിതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ദൈവാരാധനയ്ക്കായി ലക്ഷങ്ങൾ വന്നു ചേരുന്ന കഅബാലയത്തിൽ ഒരു നേർച്ചക്കുറ്റിയോ ഭണ്ഡാരപ്പെട്ടിയോ ഇല്ലെന്നറിഞ്ഞപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ദൈവാരാധനയ്ക്കായി ജനം കൂടുന്നിടത്ത് ദൈവത്തിന്റെ പേരിൽ പണപ്പിരിവില്ല എന്നത് ഒരത്ഭുതമല്ലാതെ മറ്റെന്താണ്? ആത്മീയതയെ ബിസിനസ്സാക്കാൻ ഇസ്ലാം അനുവദിക്കുന്നേയില്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന ആത്മീയത വേർതിരിയുന്നത് ഇവിടെയാണ്. ഇത് യഥാർത്ഥ ആത്മീയതയുടെ വിശുദ്ധിയെയാണ് അടയാളപ്പെടുത്തുന്നത്. തുടരും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രബോധനം വാരികയുടെ ഓഡിയോ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. ഈ കൂട്ടായ്മയിലേക്ക് താങ്കളെ ആദരപൂർവം ക്ഷണിക്കുന്നു. താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ താങ്കൾക്കും ഈ കൂട്ടായ്മയിൽ അംഗമാകാം. മൊബൈൽ നമ്പർ 001195266333787.